ഈ ബ്രിട്ടീഷ് ഡോക്ടർ നമ്മുടെ തോളിൽ തട്ടിയിട്ട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാം നരഭോജികളാണെന്നും കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇവർ കൊന്നു കഴിക്കുന്നു. എന്നെ ആക്ച്വലി ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് പുള്ളി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. താഴെ നിന്ന് ചീഫ് ഓഫീസർ പറയുന്നു എർത്ത് ക്വേക്ക്. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം ക്യാപ്റ്റൻ്റെ വരെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഭൂചലനം അനുഭവപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി ഉള്ളത് ജപ്പാനിലും കൊറിയയിലുമാണ്. $100 million ഒരു സാധനം ജപ്പാനിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ സാധനം $50 million അവരിവിടെ ചൈനയിൽ ഉണ്ടാക്കി കൊടുക്കും. എത്ര വർഷം ഓടും എത്ര മാസം ഓടും അറിയില്ല. ജപ്പാൻ തന്നെയാണ്, ചൈന തന്നെയാണ്. ആ ബോട്ടിൻ്റെ ഉള്ളിൽ ഏകദേശം 72 to 73 ആൾക്കാരുണ്ടാകും. ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ ഓൾമോസ്റ്റ് 14 to 15 days ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുക. ഒരു സ്ത്രീയുടെ ആക്ച്വലി കൈ തന്നെ ഉണ്ടായിരുന്നു. ഷിപ്പിലെ ആത്മഹത്യ ചെയ്യാൻ വളരെ ഈസിയാണ്. വെള്ളത്തിലോട്ട് എടുത്ത് ആടിക്കഴിഞ്ഞാൽ ആത്മഹത്യയാവും. അവിടെ ഹെക്ടേഴ്സ് ആൻഡ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിൽ ഈ കഞ്ചാവ് കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രിയോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ ആയുധധാരികളായ മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത്. നമ്മളെ വെടിവെച്ചു കൊടുക്കും. ആ ഐലൻഡിൽ ബേസിക്കലി ഫുൾ ഓഫ് പെൻഗ്വിൻസ്. ഡോൾഫിൻസിന്റെ പേര് തന്നെ പെൻഗ്വിൻ ഡോൾഫിൻസ് എന്നാണ്. കരിയറിൽ തന്നെ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ മെഗലൻ സ്ട്രെയ്റ്റ്സ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. പപ്പാ ന്യൂ ഗിനിയയിൽ നരഭോജികളുടെ നടുവിലും ഒരു മലയാളി ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയിലെ സ്വപ്നസഞ്ചാരി എന്ന ഷോയിൽ എൻ്റെ യാത്രാനുഭവങ്ങൾ പങ്കിടാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ക്യാപ്റ്റൻ ശ്രീനാഥ്. മർച്ചൻ്റ് നേവിയിൽ ഉദ്യോഗസ്ഥനാണ്. പാലക്കാട് ചിറ്റ്ലഞ്ചേരിയാണ് എൻ്റെ സ്വദേശം. വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, മോള് എല്ലാവരും പാലക്കാട് തന്നെയാണ്. അച്ഛനും അമ്മയും റിട്ടയർഡ് അധ്യാപകരാണ്. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്തിട്ട് 19 കൊല്ലമായി. അതിൽ 2019 മുതൽ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്നു. ആംഗ്ലോ ഈസ്റ്റേൺ ഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി കെമിക്കൽ ടാങ്കേഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കേട്ട് കാണും ബൾക്ക് കാരിയർ, കണ്ടെയ്നർ ഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഷിപ്സ്. നിങ്ങൾ കെമിക്കൽ ടാങ്കേഴ്സിനോട് എനിക്കറിയില്ല എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് ഫെമിലിയർ ആയിരിക്കുന്നുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈവൻ മദ്യം തൊട്ടിട്ട് നിങ്ങളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ വരുന്നത്, മെഡിസിൻസ് എല്ലാം വരുന്നത് ഈ കെമിക്കൽ ടാങ്കേഴ്സിലാണ്. അതിനെക്കുറിച്ച് ആക്ച്വലി ആരും അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ഈവൻ വേറെ യൂട്യൂബ് ചാനലുകളിലും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഷിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ മർച്ചൻ്റ് നേവിയിൽ ക്യാപ്റ്റനാണ് ഓവറോൾ ഇൻചാർജ് ഷിപ്പിൽ. പിന്നെ അതിൻ്റെ താഴെ 2 HODs ഉണ്ട്. ഒന്ന് എൻജിൻ സൈഡ് HOD, പിന്നെ ഒന്ന് ഡെക്ക് സൈഡ് HOD. എൻജിൻ സൈഡിലാണ് ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ, തേർഡ് എഞ്ചിനീയർ, ഫോർത്ത് എഞ്ചിനീയർ, പിന്നെ കാഡറ്റ് അല്ലെങ്കിൽ ട്രെയിനി എൻജിൻ കാഡറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഡെക്ക് സൈഡിലാണെങ്കിൽ ചീഫ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, ജൂനിയർ ഓഫീസർ, ഡെക്ക് കാഡറ്റ്. പിന്നെ അതിൻ്റെ താഴെ ക്രൂ മെമ്പേഴ്സ്, അവരാണ് അതിലുള്ളത്. അവരെല്ലാ ജോലികളും ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് ഒരു കുക്കും സ്റ്റീവേർഡും. സ്റ്റീവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് സ്റ്റീവേർഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് ഒഫീഷ്യലായിട്ട് പോകും. ഞാൻ 2006 ആദ്യമായിട്ട് ഷിപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയിരുന്നു. എൻ്റെ ആദ്യത്തെ ഷിപ്പ് ജോയിൻ ചെയ്യുന്നത് ഇസ്രായേലിലെ ഹൈഫ എന്ന പോർട്ടിലാണ്. അപ്പോൾ ഹൈഫ എനിക്കിപ്പോഴും അതിൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചൊരു ഭീതി നിറഞ്ഞ ജോയിനിങ് ആയിരുന്നു എൻ്റെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വാറുകൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ബേസിക്കലി പലസ്തീനിയൻസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ടെൽ അവീവ് എന്ന് പറഞ്ഞ എയർപോർട്ടിലോട്ട് എത്തി. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെയാണ് എത്തിയത്. അപ്പോൾ തന്നെ ഏജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരാണ് നമ്മളെ ഷിപ്പിലോട്ട് ജോയിൻ ചെയ്യിക്കുന്നതല്ല. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ മുഖത്ത് തന്നെ ഒരു ഭീതിയായിരുന്നു ഞാൻ കണ്ടിരിക്കുന്നത്. പുള്ളി ഫ്രണ്ടിലോട്ട് വരുന്നു, നമ്മളെ റിസീവ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മളോട് പറയുന്നു വേഗം വണ്ടിയിലോട്ട് കയറൂ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കുന്നതെന്നുള്ളത്. ഒരു 2 മണിക്കൂർ അവിടെ നിന്ന് ഡ്രൈവ് ഉണ്ട്. 2 to 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഏകദേശം ഒരു 4:30-5 മണിയാകുമ്പോൾ ഷിപ്പിനടുത്തോട്ട് എത്തുന്നു. പോർട്ട് ഏരിയയിലോട്ട് എത്തുന്നു. പോർട്ട് ഏരിയയുടെ ഗേറ്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. കാരണം ഫുൾ കമ്പിവേലി അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു ഭീകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഗേറ്റ് തുറന്ന് നേരെ ഷിപ്പ് കാണാം. നമ്മൾ ഷിപ്പിൻ്റെ അടുത്തോട്ട് ഈ കാറ് കൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ ശരിക്കും ഡോറ് വന്ന് ജസ്റ്റ് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഷെല്ലിങ് നടക്കുന്നു. അവിടെ ബോംബ് ഷെല്ലിങ് നടക്കുന്നു. അത് ആക്ച്വലി ഈ പലസ്തീനിയൻസ് ഇസ്രായേൽ പോർട്ടിനെ ആക്രമിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഈ ഷിപ്പ് ഡോക്ക് ചെയ്തതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് സബ്മറീൻസിനെ ഡോക്ക് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിനെ ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്ന. പിന്നെ ഞങ്ങളുടെ ഈ ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത് കോണായിരുന്നു. അത് US ഇസ്രായേലിന് കൊടുക്കുന്ന എയ്ഡായിരുന്നു. അപ്പോൾ ഈ ഷിപ്പിനെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലസ്തീനിയൻസ് ബോംബ് ഷെല്ലിങ് ആ സമയത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വേഗം ലഗേജ് കൊടുത്ത് ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറഞ്ഞു. ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. ബാക്കിയുള്ളവർ, അതായത് ഞങ്ങൾ റിലീവ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം ഓടി വരുന്നു, ബൈ ബൈ പറയുന്നു. അവരെല്ലാവരും കാറിൽ കയറി പോയി. ഞങ്ങൾ കയറി വിത്തിൻ ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഷിപ്പ് അവിടെ നിന്ന് പോർട്ടിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. എന്നിട്ട് പുറംകടലിലോട്ട് പോയി ഏകദേശം 2-3 ദിവസം അവിടെ ഇങ്ങനെ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും, അതായത് വെറുതെ കിടക്കുക, പോർട്ടിൻ്റെ എല്ലാം സുരക്ഷിതമാണോ എല്ലാം നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനെയാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കരയ്ക്ക് അടുത്തത്. കാരണം അതിൽ പിന്നെയും ഏകദേശം ഒരു 2000-2500 ടണ്ണ് കാർഗോ ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ജോയിനിങ് അനുഭവം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഷിപ്പ് ജോയിൻ ചെയ്യുന്നത് 2007-ലാണ്. 2007 ഞാനത് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ ഷിപ്പ് ടേക്ക് ഓവർ ചെയ്യാൻ പോയതായിരുന്നു. അത് ജപ്പാനിൽ വെച്ചിട്ടാണ് ടേക്ക് ഓവർ ചെയ്തത്. ഞങ്ങൾ ആ സമയത്ത് കാഡറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 7 ദിവസത്തോളം അവിടെ ജപ്പാനിലുണ്ടായിരുന്നു. ഫുക്കോക്ക എന്ന നഗരമായിരുന്നു അത്. അത് ബേസിക്കലി ഒരു ഗ്രാമപ്രദേശമാണ്. ജപ്പാനിലെ ഗ്രാമപ്രദേശങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു നിശബ്ദതയുള്ള ഒരു ഏരിയകളാണ് എല്ലാം. രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ എല്ലാം ചെയ്യുന്നു. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അവിടെ ഫുൾ ഇരുട്ട് വീഴും. അതായത് ഒന്ന് ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന രീതിയിൽ വരുന്നത്. കാരണം അത്രയും സൈലൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഫുക്കോക്ക നഗരത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 7 ദിവസത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഷിപ്പിലെ സെറ്റപ്പ് ചെയ്യുന്നതും ബാക്കിയുള്ള തിരക്കുകൾ കാരണം ഞങ്ങൾക്ക് അവിടെ ഒന്നും ആ സമയത്ത് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആ ഷിപ്പ് എടുത്ത് ഫസ്റ്റ് വോയേജ് സുയസ് കനാൽ ക്രോസ് ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് സുയസ് കനാൽ ട്രാൻസിറ്റ് ഉള്ളത്. 2007-ലായിരുന്നു. അത് ട്രാൻസിറ്റ് ചെയ്ത് ഞങ്ങൾ പോയത് ഗ്രീസിലോട്ടായിരുന്നു. ഗ്രീസിൽ അവിടെ ഈ കാർഗോ എല്ലാം ഡിസ്ചാർജ് ചെയ്തു. അത് പാം ഓയിലായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പാം ഓയിലെല്ലാം ഡിസ്ചാർജ് ചെയ്ത് പിന്നെ അവിടുന്ന് ഒരു കാർഗോ എടുത്തിട്ട് നമ്മൾ അമേരിക്കയിലോട്ട് പോയി. അവിടെ അമേരിക്കയിലെ എല്ലാ കാർഗോയും ഡിസ്ചാർജ് ചെയ്തതിന് നെക്സ്റ്റ് കയറ്റിയ കാർഗോ ബീഫ് ഫാറ്റായിരുന്നു, അതായത് ടാലോ എന്ന് പറയും. അത് ഏകദേശം 70-80 ഡിഗ്രിയാണ് അതിൻ്റെ ടെമ്പറേച്ചർ വേണ്ടത്. അത് നമ്മുടെ കോസ്മെറ്റിക്സിന് യൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി. അത് ഇറ്റ്സ് എൻ വെരി എക്സ്പെൻസീവ് കാർഗോ. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യേണ്ടത് ടർക്കിയിലെ പോർട്ടുകളിലായിരുന്നു. ഗെപ്സെ, ഇസ്മിത്ത് ഇങ്ങനെയുള്ള 3 പോർട്ടിലായിരുന്നു ഡിസ്ചാർജ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 പോർട്ട് കഴിഞ്ഞു, ഗെപ്സെ കഴിഞ്ഞു, ഇസ്മിർ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് പോർട്ടായ ഇസ്മിത്തിലെത്തി. ഇസ്മിത്തിലെത്തുന്ന സമയത്ത് കാർഗോ ലാസ്റ്റ് തീരാറായുന്ന സമയത്ത് എനിക്കൊരു ആക്ച്വലി ഒരു ആക്സിഡൻറ്റ് പറ്റി. അതെൻ്റെ മേജർ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായത്. എൻ്റെ ഏകദേശം 65% ബോഡി ബേണായി ഉണ്ടായിരുന്നു. അതിലെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഗോ ഇത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്ക്യൂസി ഓപ്പറേഷൻസ് എന്ന് പറയും. അതായത് ഏകദേശം 12 മീറ്ററാണ് ഒരു ടാങ്കിൻ്റെ ഹൈറ്റ്, 12-13 മീറ്റർ. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ആൾക്കാർ എൻ്റർ ചെയ്ത് താഴെ നിന്ന് നമ്മളൊരു സ്ക്യൂസി എടുത്തിട്ട് ഈ കാർഗോനെ ഫുൾ പുഷ് ചെയ്ത് കൊടുക്കും ഈ ഡീപ്പ് വെൽ പമ്പിൻ്റെ സൈഡിലോട്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാം വഴുക്കലൊക്കെയാണ് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലോട്ട്. ഈ കാർഗോ ഫുള്ളായിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും പറ്റില്ല, കാരണം അതിൽ ലിക്വിഡ് ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഡിസ്ചാർജ് ചെയ്ത് പുറത്തോട്ട് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്മൾ പറയില്ല കമ്മ്യൂണിക്കേഷൻ കാരണമാണ് നമുക്ക് ഈ ആക്സിഡൻറ്റ് പറ്റുന്നതെന്നുള്ളത്. അതുപോലെ ഒന്ന് പറ്റിയത്. അതായത് ഒരു 6 മീറ്ററിൻ്റെ മേലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ഓഫീസർ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അപ്പോഴും കാഡറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ മേലെ, അതായത് ഈ ടാങ്കിൻ്റെ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ഈ പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുള്ളിയോട് പറഞ്ഞത് പമ്പ് ഓഫ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. പുള്ളി ആക്ച്വലി ഓഫ് ചെയ്യുന്നതിന് പകരം പുള്ളി ഫുൾ ടേൺ ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടി. ഈ സ്പീഡ് കൂട്ടിയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഗോ മുഴുവൻ, അതായത് ഏകദേശം ഒരു 70-80 ഡിഗ്രി ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ. ആ ഫുൾ കാർഗോ എൻ്റെ ബൂട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. ചൂട് സഹിക്കാൻ വയ്യാതെ എൻ്റെ കൺട്രോൾ ലോസ്റ്റായി. എന്നിട്ട് ഞാൻ ടാങ്കിൻ്റെ ഉള്ളിൽ വീണു. ആ ടാങ്കിൻ്റെ ഉള്ളിൽ വീഴുന്ന സമയത്ത് ഏകദേശം 20 സെൻറ്റിമീറ്ററോളം കാർഗോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 കാലും ഈ കൈയും ഈ കാർഗോയിലോട്ട് ടച്ചായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അത് ബേണായി. തിളച്ച എണ്ണയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളെ എന്നെ രക്ഷിക്കാനായിട്ട് വന്നു. പക്ഷേ ഞാൻ ആ പുള്ളിയെ കൈ പിടിക്കുന്ന സമയത്ത് പുള്ളിയും വഴുക്കി വീഴുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും പിടിവിട്ടു പുള്ളിയുടെ. അപ്പോൾ പിന്നെയും 2 എണ്ണയിലോട്ട് വീഴുക ചെയ്തത്. പിന്നെ എന്താണെന്നറിയില്ല, ഏതൊക്കെ ശക്തികളെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ തന്നെ ഈ കൈ പിടിച്ച് സ്റ്റീം കോയിൽസ് ഉണ്ടോ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ മുഴുവൻ, ഈ സ്റ്റീം കോയിൽസിൽ പിടിച്ച് ഞാൻ തന്നെ മേലോട്ട് കയറി വരിക ചെയ്ത്.
ഞാൻ മേലോട്ട് ആക്ച്വലി കയറി എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും എൻ്റെ 2 കൈയിലെ തൊലിയും മീൻസ് എൻ്റെ കൈപ്പത്തിയിലെ തൊലി എല്ലാം പോയി കഴിഞ്ഞു. പിന്നെ ഈ ഡ്രസ്സ് എന്ന് പറയും ബോയിലർ സൂട്ട് എന്ന് പറഞ്ഞൊരു ഡ്രസ്സാണ് ഉള്ളത്. ആ ഡ്രസ്സ് നമ്മൾ ഊരുമ്പോഴത്തേക്കും എൻ്റെ ആക്ച്വലി തൊലിയെല്ലാം പോയി കഴിഞ്ഞു. പിന്നെ ഈ ഗംബൂട്ട് ഊരുമ്പോൾ ഓരോരോ ഡ്രസ്സും എൻ്റെ ആക്സസറീസൊക്കെ ഊരുന്ന സമയത്ത് ഈ തൊലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ സർവേയർ എന്ന് പറയും. സർവേയർ എന്ന് വെച്ചാൽ ഈ കാർഗോ എത്ര ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ നോക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ പുള്ളി എന്തോ ലക്കിലി അവിടെ പുള്ളിയുടെ കാറുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ആക്ച്വലി ഷിപ്പിലൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. ആ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ഉള്ള ഡ്രസ്സെല്ലാം മാറ്റി എന്നെ ആക്ച്വലി ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് പുള്ളി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തു. പുള്ളിയും പിന്നെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാരുണ്ടായിരുന്നു, 2 മലയാളികളുണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ ആയിരുന്നു എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എക്സോസ്റ്റഡ് ആയി, കാരണം ഭയങ്കര വേദനയും നിലവിളിയൊക്കെ ആയിരുന്നു. ഞാൻ അവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റോളം ഉണ്ട് ഹോസ്പിറ്റലിലോട്ട്, ഇസ്മിത്തിലെ ഹോസ്പിറ്റലിലോട്ട്. അവിടെ പോയി പിന്നെ അവിടുന്ന് 2 ദിവസത്തോളം എന്നെ അവർ മയക്കി കിടത്തി, കാരണം ബ്ലിസ്റ്റേഴ്സ് വരാണ്ട് എന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്ലിസ്റ്റേഴ്സ് വരുന്നവരെ ഞാൻ അവിടെ കിടന്നു, ഓപ്പറേറ്റ് ചെയ്തു. ഏകദേശം ഒരു 12 ദിവസത്തോളം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്നു, ഇസ്മിത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 12 ദിവസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കേഡറ്റ്ഷിപ്പ് തീരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാലേ പിന്നെ എനിക്ക് ഓഫീസർ ആവാനുള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ നമ്മൾ പറയില്ലേ ദൈവഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ, അവിടുത്തെ ക്യാപ്റ്റനും പിന്നെ ചീഫ് ഓഫീസറും അവർ 2 പേരും കൂടെ പറഞ്ഞു ഇവൻ്റെ കേഡറ്റ്ഷിപ്പ് തീരാൻ 12 ദിവസമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇവനെ തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് 12 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോർട്ട് എവിടെ എത്തുന്നു അവിടുന്ന് ഇവനെ ഇറക്കാമെന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ കേഡറ്റ്ഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയൊരു ഷിപ്പ് ചെയ്യേണ്ടി വരില്ലല്ലോ. അത് ആക്ച്വലി ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിലൊരു ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടോയെന്നവരൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു അനുഭവം. അപ്പോൾ ഷിപ്പ് ലോഡ് ചെയ്തു, യുക്രൈനിൽ നിന്ന് പിന്നെയും ലോഡ് ചെയ്തു, സോയാബീൻ ഓയിൽ എന്തോ ലോഡ് ചെയ്തു. അവിടുന്ന് ലോഡ് ചെയ്തിട്ട് ഫ്രാൻസിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഇസ്മിത്തിലെ ആശുപത്രിയിൽ നിന്ന് ഇസ്താംബുളിലോട്ട് പോയായിരുന്നു. ഇസ്താംബുളിൽ പോകുന്ന സമയത്ത് ആക്ച്വലി ഈ നമ്മുടെ കിലുക്കത്തിൽ ജഗതി വരില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ കയ്യിലും കാലിലും ഫുൾ പ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇടാൻ പറ്റുന്ന ആകെക്കൂടെ ഉള്ള ഒരു ബോക്സർ മാത്രമോ, ബാക്കി ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായില്ല. എന്നിട്ട് എന്നെ ഒരു ഹോട്ടൽ റൂമിലോട്ട് ഇവർ ഷിഫ്റ്റ് ചെയ്തു. ഹോട്ടൽ റൂമിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീഷർട്ടും ഈ ഒരു ഷോർട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഹോട്ടലിൻ്റെ ലോബിയിലോട്ട് ഞാൻ കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നല്ലോ. ഒരു പെൺകുട്ടി എന്നെ കണ്ടിട്ട് നിലവിളിച്ച് ഓടിപ്പോയി. അത് എനിക്കിപ്പോൾ പറയുമ്പോൾ ഒരു തമാശയായിട്ട് എടുക്കാം, പക്ഷെ അന്ന് എന്നെ ഭയങ്കരമായിട്ട് മനസ്സിൽ വേദനിപ്പിച്ചൊരു ഇതാണ്. കാരണം ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ജഗതി നമ്മൾ പറയില്ലേ എത്ര ഉണ്ട കയറി എന്നുള്ള മൊയ്സയിൽ കയറിയിട്ടുണ്ട്, ആ ഒരു തമാശ രൂപയിലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ അന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എന്നെ അവിടെ 2 ദിവസത്തോളം അവിടെ ഹോട്ടൽ റൂമിൽ താമസിപ്പിച്ച് ഷിപ്പ് വരുന്ന സമയത്ത് ഷിപ്പിൽ കയറ്റി 12-13 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രാൻസിലെത്തി. ആ പോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നാട്ടിലേക്ക് ഞാൻ വരിക ചെയ്ത്, കൊച്ചിക്ക് വരിക ചെയ്ത്. കൊച്ചിയിൽ നിന്ന് പിന്നെ നേരെ കോയമ്പത്തൂർ KMCH ഹോസ്പിറ്റലിൽ ഞാൻ 3 മാസത്തോളം അഡ്മിറ്റഡ് ആയിരുന്നു. അവിടെ കാരണം എൻ്റെ സ്കിന്നെല്ലാം എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവർ എന്നെ ഒരു റൂമിൽ ഇരുത്തി 3 മാസത്തോളം എടുത്തു ശരിക്കും എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാഡ് പാർട്ട് ഓഫ് മൈ ലൈഫ് അങ്ങനെ എടുക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. പിന്നെ പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ ടിൽ ദിസ് മൊമെൻറ്റ് ഞാൻ പറയുകയാണ്, എനിക്ക് ഷിപ്പിംഗ് അല്ലെങ്കിൽ കപ്പലിനോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ജോലിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. അന്നും ഇതേ ഇൻറ്റൻസിറ്റിയിൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മർച്ചൻ്റ് നേവിയിലോട്ട് മീൻസ് ഷിപ്പിലോട്ട് തിരിച്ച് ജോയിൻ ചെയ്തത്. വീട്ടുകാർ കുറേ നിർബന്ധിച്ചു MBA ചെയ്യൂ, ഇനി തിരിച്ച് പോകണ്ട എന്നൊക്കെ. പക്ഷേ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ജോലിയോട് തന്നെ ചെയ്യാൻ തന്നെയായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് പിന്നെയും ജോയിൻ ചെയ്തു. അതും തിരിച്ച് കമ്പനി പിന്നെയും എന്നെ കെമിക്കൽ ടാങ്കേഴ്സിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോഴും പറയുന്നത്, ലൈക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അതേ നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഓഫീസർ എക്സാം എഴുതുന്നു. അത് കൊൽക്കത്തയിൽ നിന്നാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് 3rd ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നു ഒരു ആദ്യത്തെ ഷിപ്പ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഷിപ്പിൽ ഞാൻ സെക്കൻഡ് ഓഫീസറായിട്ട് പ്രൊമോട്ടഡായി. അവിടെ സെക്കൻഡ് ഷിപ്പിൽ പ്രൊമോട്ടഡ് ആയിരുന്ന സമയത്ത് അതിലൊരു അനുഭവം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ അത് ജോയിൻ ചെയ്തത് ന്യൂ ഓർലിയൻസ് എന്ന് പറഞ്ഞൊരു പോർട്ടായിരുന്നു. അത് മിസിസിപ്പിയിലൊരു പോർട്ടാണ്. അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഖത്താർ എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ദോഹയിൽ നിന്ന് ന്യൂ ഓർലിയൻസ് അങ്ങനെയായിരുന്നു. അവിടെ എത്തുന്ന സമയത്ത് എൻ്റെ ലഗേജ് കാണാതെ പോയി.
എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കൂടെ ഉള്ളത് ഈ ഇവിടുന്ന് ക്യാരി ചെയ്ത് പോയ സർട്ടിഫിക്കറ്റ്സും പിന്നെ 1-2 ജോഡി ഡ്രസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷിപ്പ് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കോ 9 മണിക്കോ പോവുമായിരുന്നു. അവിടെ ആ സമയത്ത് ഫ്രീക്വൻസി ഓഫ് ഫ്ലൈറ്റ്സ് വാസ് വെരി ലെസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ശനിയാഴ്ചയാണ് ജോയിൻ ചെയ്തത്. നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് ബുധനാഴ്ച. അപ്പോൾ എൻ്റെ ലഗേജ് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ബുധനാഴ്ച വരുള്ളൂ. അപ്പോൾ അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഏജൻറ്റ് പറഞ്ഞു ഷിപ്പ് എന്തായാലും ഇവിടുന്ന് പോവും, അപ്പോൾ അടുത്ത പോർട്ടിൽ നിങ്ങൾക്ക് ലഗേജ് എത്തിച്ചേരാമെന്ന്. അടുത്ത പോർട്ട് അർജൻറ്റീന ആയിരുന്നു, അതായത് 30 ദിവസത്തിന് ശേഷം. എൻ്റെ ആ ലഗേജ് അവിടുന്ന് മിസ്സായിട്ട് ഇത് ഫുൾ കറങ്ങിയിട്ട് പിന്നെ 30 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അത് എനിക്കൊരു ലഗേജ് മിസ്സായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന് ശേഷം ഇങ്ങനത്തുള്ള ഒരു അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, ഈ ലഗേജ് മിസ്സിങ് എന്നുള്ള സംഭവം. പക്ഷേ അത് 30 ദിവസവും ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ ബെയർ മിനിമം ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ കുറച്ച് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ നിന്നുള്ളൊരു ലോക്കൽ ഏജൻറ്റിനെ വെച്ചിട്ട് തന്നെ വാങ്ങിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഓഫീസറായിട്ട് രണ്ടാമത്തെ ഷിപ്പ് ഞാൻ പിന്നെ പോയത് ഒരു ടേക്ക് ഓവറിനാണ്. അത് പിന്നെയും ജപ്പാനിൽ ഈ ഫുക്കോക്ക യാർഡിൽ നിന്നാണ് ടേക്ക് ഓവറിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ പ്ലേസ്, ഭയങ്കര കാം, ക്വയറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോൾ ജപ്പാനിൽ ടോക്കിയോ അങ്ങനെ ഒസാക്ക അങ്ങനെയുള്ള നഗരം പോലെ അല്ല ഇത്. ഇത് ശരിക്കുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ആൻഡ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി ഉള്ളത് ജപ്പാനിലും കൊറിയയിലുമാണ്. ഇപ്പോൾ ചൈന അത് കുറച്ച് പിടിച്ചടക്കിയിട്ടുണ്ട്. കാരണം ചൈനയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഐഫോൺ ഉണ്ടാക്കുന്നതും നമ്മുടെ വിവോ ഫോൺ ഉണ്ടാക്കുന്നതും പോലെ തന്നെയാണ്. കാരണം നിങ്ങൾ എത്ര $10 കൊടുക്കുന്നോ $100 കൊടുക്കുന്നോ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഷിപ്പുകൾ അവർ ഉണ്ടാക്കി തരും. സോ ചൈന ഇപ്പോൾ കുറച്ച് കയറി വരുന്നുണ്ട്. ഞാൻ ജപ്പാനിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെരി ഡിസിപ്ലിൻ പീപ്പിൾ, ഭയങ്കര ഹമ്പിളാണ്, വെരി ഓണസ്റ്റ്, നമ്മളെയൊക്കെ ഭയങ്കര ബഹുമാനമാണ്. ചെറുപ്പം തൊട്ടേ അവരെ അങ്ങനെ ഒരു രീതിയിലാണ് അവരെ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. അതുതന്നെയാണ് അവരുടെ ഗ്രോത്തിനുള്ള കാരണം. ഞങ്ങൾ ഈ ഷിപ്പ് 2010 ടേക്ക് ഓവർ ചെയ്തിട്ട് ആദ്യം പോയത് ലേ കിംബെ എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ഥലങ്ങളാണ്. പപ്പാനി ഗുനിയ. അവിടെ നിന്ന് പാം ഓയിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്ച്വലി അതും ഒരു ഭയങ്കരമായ കാട്ടുപ്രദേശമാണ്. അവിടെ നിന്ന് ആ കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നത് പാം ഓയിൽ മാത്രമാണ്. അപ്പോൾ ഈ ലേയിൽ പോയി ഷിപ്പിൻ്റെ അതെല്ലാം ഭയങ്കരമായൊരു രസമുള്ള അനുഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ റോപ്പുകൾ പാസ് ചെയ്യുന്നവരെ നമ്മുടെ തുഴവഞ്ചികളിലാണ്, മനസ്സിലായോ? അവിടെ അവിടുത്തെ ഉള്ള ആൾക്കാർ വരുന്നു, ഈ തുഴവഞ്ചിയിലോട്ട് നമ്മൾ കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ തുഴവഞ്ചി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഏതൊരു പോർട്ടിലോട്ടും ഒരു ഷിപ്പിനെ കൊണ്ടുപോകുന്ന സമയത്ത് ടഗ് ബോട്ട്സ് ഉണ്ടാവും, അതേപോലെ പൈലറ്റ് എന്ന് പറഞ്ഞൊരു ഒരാൾ വരും. പൈലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവിടുത്തെ ലോക്കലായിട്ടുള്ള കറണ്ട്സ്, പിന്നെ വിൻഡ് ഫാക്ടേഴ്സ്, പിന്നെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എല്ലാം അറിയുന്ന ഒരു ആളാണ് പൈലറ്റ്. അതായത് ക്യാപ്റ്റനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. അതായത് ഷിപ്പിനെ കരയിലോട്ട് അടുപ്പിക്കാനും അതേപോലെ കരയിൽ നിന്ന് പുറത്തെടുക്കാനും അങ്ങനെയുള്ള ഒരാളാണ് പൈലറ്റ്. അപ്പോൾ ഞാൻ എന്താ ഈ ലേയിലെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലേയിലെ പൈലറ്റും ലോഡിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൻ്റെ ലോഡിംഗ് ഓപ്പറേഷൻസൊക്കെ നോക്കുന്ന ഒരാളും എല്ലാം ഒരു മനുഷ്യനാണ്. അങ്ങനെ വരുന്നു, ഷിപ്പിലോട്ട് കയറുന്നു. ആ പുള്ളിയും തുഴവഞ്ചിയിലാണ് വരുന്നു കയറുന്നു, മേലോട്ട് വരുന്നു, പുള്ളി ഷിപ്പിനെ കരയ്ക്ക് അടുപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി ഡൺ. അതാ അതിൻ്റെ ഒരു കഴിവ്. അത് കഴിഞ്ഞ് രാത്രിയാണ് ഏകദേശം ഒരു 6 to 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഷിപ്പ് കരയ്ക്ക് അടുപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അന്ന് സെക്കൻഡ് ഓഫീസർ ആകുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി എൻ്റെ ഡ്യൂട്ടി ടൈം വന്നിട്ട് 12 to 6 രാത്രി മിഡ് നൈറ്റ് തൊട്ട് രാവിലെ 6 മണി വരെ. അപ്പം ഞാൻ ഉറങ്ങാൻ പോയി. ഒരു 7 o'clock 7:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോയി. കാരണം എനിക്ക് മിഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പിന്നെ വരേണ്ടത്. ഒരു 10-10:30 ആവുന്ന സമയത്ത് ഷിപ്പിലൊരു ഭയങ്കര വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇളകുന്ന പോലെ. അപ്പോൾ ഞാൻ എഴുന്നേറ്റു, ഷിപ്പിൽ അലാം അടിച്ചു. ജനറൽ അലാം എന്ന് പറയും, അതായത് എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ അലാം അടിക്കും. ഇത് അടിക്കുമ്പോഴും ഞാൻ വേഗം ബ്രിഡ്ജിലോട്ട് ഓടിപ്പോയി. അപ്പോഴത്തേക്കും അന്നത്തെ ക്യാപ്റ്റനും പുള്ളിയും മേലോട്ട് ഓടി വന്നു. പുള്ളിക്ക് മനസ്സിലാവില്ല, കാരണം പുള്ളിയും കിടന്ന് ഉറങ്ങുമായിരുന്നു. മേലോട്ട് വന്ന് എന്താന്ന് വാക്കി ടോക്കിൽ ചോദിക്കുന്നു. അപ്പോൾ താഴേന്ന് ചീഫ് ഓഫീസർ പറയുന്നു എർത്ത് ക്വേക്ക്, ഭൂചലനം. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളുടെയൊക്കെ ലൈഫിൽ, ഈവൻ ക്യാപ്റ്റൻ്റെ വരെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഭൂചലനം ഷിപ്പിൽ അനുഭവപ്പെടുന്നത്. പിന്നെ അത് സിറ്റുവേഷൻ ആക്ച്വലി അവിടെ എന്താ ഗ്രേവ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടഗ് ബോട്ട്സ് ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ടഗ് ബോട്ട്സ് ഇല്ല, ആൾക്കാരില്ല. ഈ ഭൂചലനം വന്നതും
ആക്ച്വലി ഈ ഷിപ്പിനെ കെട്ടിയിട്ട ഈ ബെർത്ത് രണ്ടായി പിളർന്നു. എന്നിട്ട് കുറച്ച് ബൊളാർഡ്സ് എന്ന് പറയും, ഈ ബൊളാർഡ്സിൻ്റെ ഹുക്കിൽ മാത്രമാണ് ഷിപ്പ് അവിടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഈ എമർജൻസി മെസ്സേജസ് വന്നു, അവിടെ സുനാമി വാർണിംഗ്. അപ്പോൾ ഇതെല്ലാം കേട്ട ഉടനെ ഞാൻ ഓൾറെഡി കുറച്ച് പാനിക്കായി, ക്യാപ്റ്റനും കുറച്ച് പാനിക്കായി. ഇത് കമ്പനിയിലൊക്കെ വിളിച്ചു ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് അവിടെ ആണെങ്കിൽ ഷോറിലുള്ള ഒരൊറ്റ ആൾക്കാരില്ല അവിടെ. അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എർത്ത്ക്വേക്ക് വന്ന ഉടനെ സുനാമി വരുന്ന അവർക്ക് ഏകദേശം ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടെ അവിടെ ഒരു മലമുകളിലേക്ക് ഓടിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഷിപ്പും അവിടെ സ്റ്റക്കായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരാൾ പതുക്കെ ഇറങ്ങി വരുന്നു. അത് ഈ പൈലറ്റായിരുന്നു. പൈലറ്റ് ഇറങ്ങി വന്ന് പറയുന്നു, ക്യാപ്റ്റൻ ദർ ഈസ് നോ പ്രോബ്ലം, ഇവിടെ ഇനിയിപ്പോൾ സുനാമിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 4 മണിക്കൂർ വരെ ഞങ്ങൾ ആക്ച്വലി ഒരു മുൾമുനയിൽ നിൽക്കുന്ന പോലെയാണ്. കാരണം റോപ്പ് പൊട്ടിച്ചിട്ട് നമ്മൾ പോകണോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം റോപ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം വേണം. കാരണം ഈ പൈലറ്റ് വരാതെ നമുക്ക് ഷിപ്പ് പുറത്തെടുക്കാൻ പറ്റില്ല, കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ക്ലിയർ ചെയ്യാതെ ഒന്നും പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആക്ച്വലി ഇപ്പോൾ പോർട്ട് കൺട്രോൾ ഇല്ല, അവിടെ ഒന്നുമില്ല. അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു ഇല്ലേ. പിന്നെ അവിടുന്ന് ദൈവം സഹായിച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാ സിറ്റുവേഷൻസ് എല്ലാം ഓക്കെ ആയി. കുറച്ച് ഏകദേശം ഒരു ഉച്ചനേരം ഒരു 2-3 മണിയായത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. അടുത്ത പോർട്ട് ഞങ്ങൾ കിംബെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അവിടെ ഇത് പപ്പാനിഗുനിയയിൽ തന്നെ വേറൊരു പോർട്ടാണ് കിംബെ. അവിടെ നിന്ന് ഒരു 12 മണിക്കൂറുണ്ട്. 12 മണിക്കൂർ സെയിൽ ചെയ്ത് അവിടെ എത്തി. ഇതേപോലെ ബർത്ത് ചെയ്തു. പക്ഷെ അവിടെ എല്ലാം ഉണ്ട്. അവിടെ ടഗ് ബോട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള പൈലറ്റ്, ലോഡിംഗ് മാസ്റ്റർ എല്ലാവരും ഉണ്ട്. നമ്മൾ ബർത്ത് ചെയ്തു. വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോൾ ബർത്ത് ചെയ്തു. എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരി എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അവിടുന്ന് ഒരു 100-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു മൈതാനം പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു മേള, നമ്മുടെ നാട്ടിലെ മേളകൾ നടക്കുന്ന പോലെ ഒരു മേള അവിടെ നടക്കുന്നു. ഞാനും 2-3 ഷിപ്പിൽ ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പോന്നു. അവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞതും എൻ്റെ പുറകിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ തട്ടുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബ്രിട്ടീഷറാണ്, ഒരു ബ്രിട്ടീഷർ ലേഡിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആർ യു വർക്കിംഗ് ഓൺ ഷിപ്പ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു ഫസ്റ്റ് യു ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് പ്ലേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താണെന്ന് വിചാരിച്ച് പേടിച്ചുകൊണ്ടിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു കുറച്ച് അപ്പുറത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചപ്പുറത്ത് ആക്ച്വലി അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള അബോർജിനസ് എന്ന് പറയാം, അതായത് നരഭോജികളായ മനുഷ്യന്മാരാണ് അവിടുത്തെ. അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവരുടെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി നമ്മളൊന്നും അവിടെ എൻ്റർ ചെയ്ത് പോകരുത്. പക്ഷേ അവർക്കും അറിഞ്ഞില്ല, നമുക്കും അറിഞ്ഞില്ല. ഞാൻ അവിടെ പോയി ഞങ്ങൾ 2-3 പേരും കൂടെ അവിടെ പോയി ഇരിക്കുമായിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് അവരിലേക്ക് ഇത്രയും നല്ല നീളമുള്ള വാളുകളാണ്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അവർ വെട്ടി ഒരു എന്താ പറയുക പ്ലേറ്റിൽ വെക്കുന്ന പോലെ ആക്കും, ബെറ്റർ നിങ്ങൾ ഇവിടുന്ന് വിട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർ ആക്ച്വലി ആ ലേഡി അവിടുത്തെ ഡോക്ടറായിരുന്നു. അപ്പോൾ അവരുടെ ലോക്കൽ ഭാഷയിൽ അവരുമായിട്ട് സംസാരിക്കുന്നു. അവരൊരു ഹെഡ് വന്നിട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നു. അവർ അവിടുന്ന് പതുക്കെ ഇറങ്ങി വന്നു, ഞങ്ങളെയും ഇറക്കി നേരെ ഷിപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് വിടുന്നു. പക്ഷേ ഈ കിംബയിൽ വേറൊരു കാര്യം കൂടെ ഞങ്ങൾ നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഡോക്ടറത്തെ ഓൾറെഡി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ ദർ ഈസ് വൺ റെസ്റ്റോറൻറ്റ്, ഐ ക്യാൻ ഡ്രോപ്പ് യു ദെയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ കൊണ്ടുപോയി വിടുന്നു. ഞങ്ങളത് ഉള്ളിൽ പോയി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വരുന്നു. അപ്പോൾ ഇന്ത്യനാണെന്ന് മനസ്സിലായി. ഇന്ത്യനാണ്. പുള്ളി കുറച്ച് നേരം കഴിഞ്ഞ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നു ഞാൻ ആലപ്പുഴയാണ് സ്ഥലം എന്ന്. അപ്പോൾ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ഇത്രയും എന്താ പറയുക ഈ പപ്പാനിയിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു മലയാളി. ആലപ്പുഴക്കാരനെ ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് പുള്ളി ഭയങ്കരമായിട്ട് ഞങ്ങളെ സ്വീകരിക്കുകയും പിന്നെ പുള്ളി പൊറോട്ട ഉണ്ടാക്കി തന്നു. പൊറോട്ടയും ബീഫും അന്ന് കഴിച്ചു. ഇതൊക്കെ ഞാൻ പൊറോട്ടയും ബീഫും ബട്ടർ ചിക്കനും ഇതൊക്കെയാണ് പുള്ളി അവിടെ നിന്ന് ഉണ്ടാക്കി തന്നത്. എത്രയോ ഓർമ്മയുണ്ട്. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷിപ്പിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഞാൻ 2012 ഞാൻ എൻ്റെ ചീഫ് ഓഫീസർ എക്സാം പാസ്സാവുന്നത്. ആ വർഷം തന്നെ എനിക്ക് ചീഫ് ഓഫീസറുടെ പ്രൊമോഷനും കിട്ടി കമ്പനിയുടെ. അത് കഴിഞ്ഞ് ഞാനൊരു ഷിപ്പ് ജോയിൻ ചെയ്തു. ഞാൻ ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങൾ ഒരു വട്ടം സോയാബീൻ ഓയിൽ ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ അൽജിയേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഈ സ്റ്റോവേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെയെങ്കിലും കടക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ആൾക്കാർ. അപ്പോൾ അവിടെ ബേസിക്കലി ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വന്നിട്ട് ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറും ഏതെങ്കിലും ഒരു രീതിയിൽ.
വന്ന് കയറി ഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞിട്ട് ഏതെങ്കിലും ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഥലമാണല്ലോ, ആരെ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. അടുത്ത പോട്ട് എത്തുന്ന സമയത്ത് ഏകദേശം പോട്ട് എത്താറാകുമ്പോഴത്തേക്ക് അവർ വെള്ളത്തേക്ക് ചാടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈവൻ ഇപ്പോഴും നടക്കുന്നതാണ്. അവർ ഈ റഡർ എന്ന് പറയും, റഡറിൻ്റെ ട്രങ്കിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന പല അനുഭവങ്ങളും പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അൽജിയസ് എന്നുള്ള പോർട്ടിൽ എത്തിയ സമയത്ത് രാത്രി ഏകദേശം ഒരു 8-8:30 സമയം. അപ്പോൾ നമുക്ക് അതായത് ഷിപ്പിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഗാങ് വേ എന്ന് പറയും. അപ്പോൾ ആ ഗാങ് വേയിൽ വാച്ചിൽ നിൽക്കുന്ന ആൾക്കാർ എന്നെ വിളിക്കുന്നു, ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് വിളിക്കുന്നു, പെട്ടെന്ന് ഓടി വരാൻ പറയുന്നു. ഞാൻ പോയിട്ട് കണ്ട കാഴ്ച, ഞാനും എൻ്റെ ഒരു ഡ്യൂട്ടി ഓഫീസറും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് കണ്ട കാഴ്ച, അവിടെയുള്ള ഈ ഞങ്ങൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാർ ഒരുത്തൻ്റെ കൈ ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഇവൻ നേരെ ഉള്ളിലോട്ട് കയറി വന്നിട്ട് ഒരു കത്തി കാണിച്ചിട്ട് പറയുക, ഈ ഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറ, എനിക്കിവിടെ ഇരിക്കണം. അപ്പോൾ ഈ കത്തി കാണിച്ച ഉടനെ ഇവർ പേടിച്ചു. കാരണം നമ്മൾ ആയുധധാരികളായുള്ള ആൾക്കാരെയൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അതിൽ ഞങ്ങളുടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് തൊട്ടപ്പുറത്ത് ഒരു കമ്പി വടി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കമ്പി വടി. അപ്പോൾ അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് ഈ കമ്പി വടി പെട്ടെന്ന് എടുത്തിട്ട് ഈ കത്തി കാണിച്ച് നിൽക്കുന്നവൻ്റെ കയ്യിലോട്ട് ഒരു അടി കൊടുത്തതും ഈ കത്തി താഴെ വീണു. അപ്പോഴേക്കും ഇവനെ പിടിച്ച് അവൻ്റെ കൈയൊക്കെ കെട്ടി നമ്മളവിടെ നിർത്തി. എന്നിട്ട് നമ്മൾ അവിടുത്തെ ലോക്കൽ ഏജൻറ്റിനെ വിളിച്ചു. ലോക്കൽ ഏജൻറ്റും പോലീസൊക്കെ കൂടെ ഒരു 1/2 മുക്കാൽ മണിക്കൂർ കൊണ്ട് എത്തി. എന്നിട്ട് ഇവനെ കയ്യിൽ ആമൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയി ഞങ്ങളുടെ ഏജൻറ്റ് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇവനെ ഈ ഗേറ്റ് കഴിഞ്ഞതും ഈ പോലീസ് തന്നെ ഊരിവിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പട്ടിണിയും ഇതൊക്കെയാണ് അവിടെ അൾജീരിയ എന്ന രാജ്യത്ത്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് രീതിയിലും, അതായത് വേറൊരു രാജ്യത്ത് പോയാൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു മാനസിക സ്ഥിതി കൊണ്ട് അവർ വരുന്നതാണ്. അവർ നമ്മുടെ ഷിപ്പിനെയാണ് സെലക്ട് ചെയ്തത്. അതുപോലത്തെ പല ഷിപ്പുകളും അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഞാൻ കണ്ടിരിക്കുന്നത് ഈവൻ കണ്ടെയ്നറുകൾ വെച്ചിരിക്കുന്നതോ എന്തിനേയും അവർ കുത്തി തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കും. അതിൽ മോഷണം, പിടിച്ചുപറി, ഇതൊക്കെയാണ് ആ രാജ്യത്തുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും, നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അതായത് മെഡിറ്ററേനിയനിൽ, അതായത് ആഫ്രിക്ക കോസ്റ്റിൽ നിന്ന് യൂറോപ്പ് കോസ്റ്റിലൊക്കെ പോകുന്നു. അതിൻ്റെ ഇടയിൽ 80 പേര് മരിക്കുന്നു, 90 പേര് മരിക്കുന്നു. കാരണം അവിടെ നിന്ന് ഒരുപാട് ഇല്ലീഗൽ ബോട്ട്സ് പോകുന്നുണ്ട്. അത് ഈ ഒരു മൈഗ്രേഷൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. 2013 എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു റെസ്ക്യൂ ഓപ്പറേഷൻ പോയി. അതായത് ഞങ്ങൾ ഷിപ്പ് യൂറോപ്പിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ചൈനയിലോട്ട് പോകുമായിരുന്നു. ഏകദേശം ശ്രീലങ്ക കോസ്റ്റ് എത്തുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടി. രാത്രി ഒരു 8-8:30 ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത്. അതായത് 73 പേര് ഇന്ത്യൻ ഓഷ്യനിൽ സ്ട്രാൻഡഡായി കിടക്കുകയാണ്. അതായത് ഒരു ബോട്ടിൽ, ഒരു 22 മീറ്റർ ഉള്ളൊരു കുഞ്ഞു ബോട്ടിൽ 73 പേര് സ്ട്രാൻഡഡായി കിടക്കുകയാണ്. അപ്പോൾ കൊളംബോ MRCC, അതായത് റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്റർ, ഷിപ്പിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് ക്യാപ്റ്റൻ തീരുമാനിക്കുന്നു നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ പോകാമെന്ന്. ഞങ്ങൾ ഓഫീസിനെ അറിയിക്കുന്നു. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടത്തി. അതായത് എങ്ങനെ ഇതിൽ പല ടൈപ്പ് സെർച്ചുകളുണ്ട്, അതായത് എങ്ങനെയൊക്കെ നടത്തുക, ഈവൻ വിത്ത് ഹെലികോപ്റ്റർ, വിത്തൗട്ട് ഹെലികോപ്റ്റർ, അങ്ങനെ പല രീതികളുണ്ട് ഇതിനെ സെർച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉള്ള പ്രസൻറ്റ് പൊസിഷനിൽ നിന്ന് ഏകദേശം 160 മൈൽ അകലെയാണെന്നാണ് ആദ്യത്തെ ഇത് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഷിപ്പിൻ്റെ ചാർട്ടർ, അതായത് വാടകയ്ക്ക് എടുത്ത ആൾക്കാരെ അറിയിക്കുന്നു. അതായത് ഞങ്ങൾ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു, ഓണേഴ്സിനെ അറിയിക്കുന്നു, കമ്പനിയെ അറിയിക്കുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ രാത്രി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിലോട്ട് നമ്മൾ ഷിപ്പിൻ്റെ കോഴ്സ് ഡൈവേർട്ട് ചെയ്ത് പോയി. രാവിലെ ഒരു 8-8:30 ആവുന്ന സമയത്ത് നമ്മൾ ആ പൊസിഷനിൽ അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ എല്ലാവരും കുറേ പേര് വാച്ച് ചെയ്യുന്നു, ബൈനോക്കുലർ വെച്ച് നോക്കുന്നു, റഡാർ വെച്ച് എല്ലാം നോക്കുന്നു. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം കൊളംബോ MRCC അറിയിക്കുന്നു, നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കമ്പനി അറിയിക്കുന്നു. അപ്പോൾ വി വിൽ അബോർട്ട് ദ മെഷീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാൻ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ പിന്നെയും ഡൈവേർട്ട് ചെയ്ത് തിരിച്ച് സിംഗപ്പൂർ ആ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെയും MRCC നമ്മളൊരു വിളിച്ചു. അതായത് നമ്മളുള്ള സ്ഥലത്ത് നിന്ന് പിന്നെയും 48 മൈൽ അകലെയാണ് ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞ്. പിന്നെയും ഇവരെല്ലാവരെയും അറിയിക്കുന്നു. അങ്ങോട്ട് നമ്മൾ ഷിപ്പ് തിരിച്ചു വിടുന്നു. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12:30 അല്ലെങ്കിൽ ഒരു 12-1 മണിയാവുന്ന സമയത്ത് നമ്മൾ ഈ ബോട്ടിനെ സൈറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഏകദേശം വെള്ളം വരുന്ന കാഴ്ചകളാണ് ഉണ്ടാകുന്നത്. കാരണം ആ ബോട്ടിൻ്റെ ഉള്ളിൽ ഏകദേശം 72-73 ആൾക്കാരുണ്ട്. അതിൽ ഏകദേശം 40ഓളം ആണുങ്ങളും ഏകദേശം ഒരു 16-17 സ്ത്രീകളും, ബാക്കിയെല്ലാം ചെറിയ കുട്ടികളാണ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് ഇല്ലീഗലായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാം ഫിഷർമാനാണ്.
അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് ഓരോരുത്തരെയും നമ്മൾ കയറ്റുന്നു. ആണുങ്ങളെല്ലാം ആദ്യം കയറി വരുന്നു. അത് കഴിഞ്ഞ് സ്ത്രീകളെ നമ്മൾ കയറ്റുന്നു. സ്ത്രീകളെ കയറ്റുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ആക്ച്വലി കൈ തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കൈ മീൻസ് ആംബ്യൂട്ടഡ് ആയിരുന്നു. ആ സ്ത്രീയെ കയറ്റാനായിരുന്നു നമുക്ക് ഏറ്റവും പാട്. അത് കഴിഞ്ഞ് അതിൽ വേറൊരു ട്രിക്ക് ഉണ്ടായിരുന്നത്, ചെറിയൊരു കുട്ടി 6 മാസമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഏകദേശം ഒരു 14-15 ദിവസമായിട്ട് ബോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുക. ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ ഓൾമോസ്റ്റ് 14 to 15 ഡേയ്സ് അവർ കിടക്കുമായിരുന്നു. ഈ റെസ്ക്യൂ ഓപ്പറേഷനെ ഡെക്കിന്ന് ഹെഡ് ചെയ്തത് ഞാനായിരുന്നു, ചീഫ് ഓഫീസർ ആയതുകൊണ്ട്. ക്യാപ്റ്റൻ മേലെ ബ്രിഡ്ജിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ ഓരോരുത്തരെ പിടിച്ച് കയറ്റുന്നതും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആളെ കയറ്റിയതും ഒരു സ്ത്രീ എന്നെ ആക്ച്വലി ബാക്കിൽ നിന്ന് വന്നിട്ട് ഹഗ് ചെയ്തു. കാരണം അവർ ഫുള്ള് ഇങ്ങനെ കരയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടി ആക്ച്വലി ഏകദേശം മരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുകയായിരുന്നു. കാരണം അത്രയും അതിന് ഫുഡും ഇല്ല, വെള്ളവും ഇല്ല, ഈവൻ അമ്മയുടെ പാലും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ ഒരു 20 to 22 മീറ്റർ ഉള്ള ഒരു ബോട്ടിൻ്റെ ഉള്ളിലാണ് ഇത്രയും ദിവസം ജീവിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാവരെയും അലൈവായിട്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഗോൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ. അവരുടെ അങ്ങോട്ട് പോയി നമ്മൾ അവരെ അവിടെ എത്തിച്ച് ശ്രീലങ്കൻ നേവിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആ വർഷത്തെ ആക്ച്വലി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഗലൻട്രി അവാർഡ് ഞങ്ങളുടെ ഷിപ്പിലെ ക്യാപ്റ്റന് കിട്ടിയിട്ടുണ്ട് ആ വർഷത്തെ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബ്രേവറി അവാർഡ്സ് വിച്ച് ഇസ് ഗിവൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, DG ഷിപ്പിംഗ് കൂടെ കൊടുക്കുന്നത്. അതാണ് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത വേറൊരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. അതിപ്പോഴും ന്യൂസ് ചാനൽസിലുണ്ട്, ലൈക്ക് യൂട്യൂബിലുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു മച്ച്, എന്താ പറയുക, നമുക്ക് ടു മച്ച് പേഴ്സണൽ ഫോർ മീ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സങ്കടകരമായ അവസ്ഥയും പിന്നെ സന്തോഷകരമായ അവസ്ഥയും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. പിന്നെ കാരണം അന്ന് രാത്രി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കലും, അവർ എന്താ പറയുക, ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാമല്ലോ. 15 ദിവസത്തോളം ഒന്നുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത് നമ്മുടെ മനസ്സിലോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെല്ലാവരും ഈ 73 പേരെയും നമ്മൾ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ആദ്യം എല്ലാവർക്കും വെള്ളവും ഭക്ഷണവും ആദ്യം കൊടുക്കാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഷിപ്പിലും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ടല്ലോ 73 പേരെയും നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൈപ്പ് വഴി ഇവിടെ ഷിപ്പിൻ്റെ ഡെക്കിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഇവർക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് വെള്ളം കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ ആദ്യം കൊടുത്തു. പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ ആക്ച്വലി പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചു. ആദ്യം കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും എല്ലാം കൊടുത്തു, കുറച്ച് ഗ്ലൂക്കോസ് കൊടുത്തു. പിന്നെ ഈ കുട്ടിക്ക് ആക്ച്വലി നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസും അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞു എന്ത് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. പിന്നെ അവിടെ ഞങ്ങൾ ചെയ്തത് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡീസിന് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. എല്ലാം ഡെക്കിൽ തന്നെയാണ്, പക്ഷെ അവർക്ക് ഒരു തുണിയൊക്കെ മറച്ച് വെച്ചിട്ട് അവർക്ക് ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ അവരിലൊരു ചെറിയ ബാഗുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് അവർ ഡ്രസ്സ് മാറലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൺ അവരുടെ വാഷ്റൂം ഫെസിലിറ്റീസ് വരെ നമ്മൾ ഡെക്കിലാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ആങ്കറിൻ്റെ ഒരു ഹോളുണ്ട്, ആങ്കറിൻ്റെ ചെയിൻ പോകുന്ന ഒരു ഹോളുണ്ട്, അവിടെയൊക്കെയാണ് ഇവർക്ക് വാഷ്റൂം പോകാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കിയത്. അല്ല, എനിക്കത് ആക്ച്വലി നിങ്ങളുമായിട്ട് അത് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അറിയില്ല. കാരണം എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും അത് വെള്ളം വരിക. കാരണം ഇറ്റ് വാസ് ടു ടഫ് ഓഫ് എ സിറ്റുവേഷൻ. കാരണം ഇത്രയും പേര് റെസ്ക്യൂ ചെയ്ത് വരിക എന്നുള്ളത് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാവരും ജീവനോടെ 15 ദിവസം അവിടെ ആ കുട്ടി ബോട്ടിൽ സർവൈവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്താ പറയുക, എല്ലാവർക്കും ഇറ്റ് വാസ് ഒരു ഭയങ്കരമായ ഒരു ഗ്രാവിറ്റി ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് അവർ വന്നതിന് ശേഷം. കാരണം ഷിപ്പിലോട്ട് എല്ലാവരും കയറി വരുന്നു, എല്ലാവരും ജീവനോടെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ പക്ഷേ അവർക്ക് അറിയേണ്ടത് നമ്മളവരെ തിരിച്ച് ശ്രീലങ്കൻ നേവിയിലോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനാണ്. കാരണം അവർ ശ്രീലങ്കൻ നേവിയിലോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജയിലിൽ കൊണ്ടാക്കും. കാരണം ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടഫ് ടാസ്ക് ആയിരുന്നു. കാരണം ഒരു നൈറ്റ് മുഴുവൻ നമ്മൾ ഇത്രയും 73 പേരെ നമ്മൾ ജീവനോടെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇവർ വെള്ളത്തിലോട്ട് എടുത്ത് ചാടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവർക്ക് ഷിപ്പിൽ ആത്മഹത്യ ചെയ്യാൻ വളരെ ഈസിയാണ്. വെള്ളത്തിലോട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ആത്മഹത്യയാവും.
കാരണം ആരും സർവൈവ് ആവില്ല വെള്ളത്തിലാണെങ്കിൽ. ഇവർ ബോട്ടിലായതുകൊണ്ട് മാത്രം സർവൈവ് ആയതാണ്. അപ്പോൾ അതൊക്കെ ഒരു ടീഡിയസ് കഥ. അന്നൊന്നും രാത്രി ഞങ്ങളൊന്നും ആരും ഉറങ്ങിയിട്ടില്ല. കാരണം ഇവർ 73 പേരും ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 to 7 o'clock ആവുന്ന സമയത്ത് ശ്രീലങ്കൻ നേവിയുടെ ബോട്ട് വന്നിട്ടാണ് ആ സമയത്താണ് ഇവരെല്ലാവരെയും നമ്മൾ സേഫായിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും റിലാക്സ്ഡ് ആയത്. അത് അതൊരു വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ലൈഫിൽ. അല്ല, കുറച്ച് സങ്കടകരമായ അനുഭവങ്ങൾ പങ്കിട്ടതിന് ശേഷം കുറച്ച് ഇനി സന്തോഷകരമായ അനുഭവങ്ങൾ ഞാൻ പങ്കിടാം നിങ്ങളുമായിട്ട്. ഞാൻ 2019 കമാൻഡ് എടുത്തു. അത് ആ സമയത്ത് ആദ്യമായിട്ട് ഷിപ്പ് ടേക്ക് ഓവർ ചെയ്യുന്നത് ഞാൻ സ്പെയിനിലെ ഹ്യുവൽവ എന്ന് പറഞ്ഞൊരു പോർട്ടിൽ നിന്നായിരുന്നു. അവിടുന്ന് എടുത്ത് ഞങ്ങൾ പിന്നെ ഡ്രൈ ഡോക്കിൽ പോയി. അവിടുന്ന് ഡ്രൈ ഡോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിനെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് 5 വർഷം കൂടുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഷിപ്പിനെ നിർത്തിയിട്ട് അവിടുന്ന് റിപ്പയർ കണ്ടക്ട് ചെയ്യുന്നതാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അത് കണ്ടക്ട് ചെയ്ത് അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നെക്സ്റ്റ് US പോയി. ആ ഷിപ്പിൽ ഏകദേശം ഒരു 5.5-6 മാസത്തോളം ചെയ്യേണ്ടി വന്നു. അത് ബ്രസീൽ, ആ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു, കൊളംബിയ. അപ്പോൾ ചില പോർട്ട്സിലൊന്നും നമുക്ക് സൈൻ ഓഫ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങൾ ആ സമയത്തുണ്ടായിട്ടുണ്ട്. കാരണം കൊളംബിയയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ആ കാർഗോ ലോഡ് ചെയ്തത് ബ്രസീലിൽ നിന്ന് ലോഡ് ചെയ്തായിരുന്നു. ബ്രസീലിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് കൊളംബിയയിലോട്ട് പോയായിരുന്നു. കൊളംബിയയിൽ ഈ സ്ഥലത്ത് പോകുന്നത് അവിടെ ഈ കഞ്ചാവിൻ്റെ കൃഷിയുള്ള സ്ഥലത്താണ്. 2000 ടണ്ണ് പെട്രോൾ ആണ് അവിടേക്ക് നമ്മൾ കാർഗോ ഉള്ളത്. അത് എനിക്ക് എന്താ ഇത്രയും ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ പോയി ഷിപ്പ് ബർത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏജൻറ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ക്യാപ്റ്റൻ ആരെയും രാത്രി നേരത്തെ പുറത്ത് പോകാൻ അനുവദിക്കരുത്. കാരണം അവിടെ ഹെക്ടേഴ്സ് ആൻഡ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിൽ ഈ കഞ്ചാവ് കൃഷി നടന്നുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ നമ്മൾ രാത്രി മറ്റേ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർ ആയുധധാരികളായ മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത്. നമ്മളെ വെടിവെച്ച് കൊല്ലും അവർ. അപ്പോൾ ആർക്കെങ്കിലും പുറത്ത് ഇങ്ങനെ ഷോർലി എന്ന് പറയും, അതായത് പുറത്ത് എവിടെയെങ്കിലും കറങ്ങാനോ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് ഒരു കാറ് ഇത് ചെയ്ത് തരും, ഏർപ്പാടാക്കി തരും. ആ കാറിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഏകദേശം, പക്ഷേ അന്ന് രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വരും വേണം. രാത്രി ആരും പോകാൻ സമ്മതിക്കില്ല. സോ ഇതൊക്കെ കേട്ടിട്ട് കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും പോകേണ്ട ആവശ്യമില്ല. അത്രയും അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുള്ള കുറേ സ്ഥലങ്ങൾ കൊളംബിയയിലുണ്ട്. അത് വലിയൊരു അനുഭവമാണത്. ആക്ച്വലി ഈ സൗത്ത് അമേരിക്ക എന്നുള്ള ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. ഇപ്പോഴും ആൾക്കാർക്ക്, അതായത് നമ്മുടെ സഞ്ചാരികൾക്ക് ഒരുപാട് എത്തിപ്പെടാത്ത കുറേ സ്ഥലങ്ങൾ സൗത്ത് അമേരിക്കയിലുണ്ട്. ട്രാവൽ ഇൻസ്റ്റയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ നോർമലായിട്ട് ഒരു ടൂറിസ്റ്റിന് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് എന്നുള്ളത്. ഇതിൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് ലൈക്ക് മെഗലൻ സ്ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ചില്ലിയിലെ ഒരു സ്ട്രെയ്റ്റ്സ് ആണ്. അതായത് ഡ്രേക്ക് പാസേജ്, മെഗലൻ സ്ട്രെയ്റ്റ്സ് എന്നുള്ളത്. ഈ ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും സദേൺ മോസ്റ്റ് നാവിഗബിൾ വാട്ടേഴ്സാണ് ഡ്രേക്ക് പാസേജ്. അത് അവിടുന്ന് ആക്ച്വലി അന്റാർട്ടിക്കയിലോട്ട് ആക്ച്വലി ഒരു 300 മൈൽ അത്ര ഉള്ളൂ. അതായത് ഏകദേശം ഒരു 1 day ജേർണി ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ടേക്ക് ഡ്രേക്ക് പാസേജിൽ നിന്ന് അന്റാർട്ടിക്കയിലോട്ട് എത്താം. അവിടെ എന്താ ഈ ഡ്രേക്ക് പാസേജിനെ കുറിച്ച് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ റഫായിട്ടുള്ള സീ ഉള്ളത്. അവിടെ മിനിമം ഒരു 4 to 5 മീറ്റർ വേവ് ഹൈറ്റാണ് അവിടെ ഉള്ളത്. അത് മാക്സിമം ഒരു 8 to 9 അല്ലെങ്കിൽ 10-12 മീറ്റർ വരെയും അതിൽ റഫായിട്ടുള്ള സമയത്ത് പോകാം. അതെന്താ അവിടെ ഇത്രയും വേവ് ഹൈറ്റിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടുന്നത്. ഇപ്പോൾ നമ്മൾ ഇക്വേറ്ററിൻ്റെ നോർത്ത് സൈഡ് പോയി കഴിഞ്ഞാൽ നോർത്ത് സീ ഈസ് വെരി റഫ്. അതുപോലെ തന്നെയാണ് നമ്മൾ സൗത്തോട്ട് വരുന്ന സമയത്ത് ഈ ഡ്രേക്ക് പാസേജ് അവിടെ ഭയങ്കര റഫാണ്. കാരണം നമ്മൾ എത്ര തണുപ്പ് കൂടുന്നു അവിടെ അത്രയും സീ റഫാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ ഈ മെഗലൻ സ്ട്രെയ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ആക്ച്വലി 2 മലകളുടെ ഇടയിൽ കൂടെ ഷിപ്പിനെ എടുത്ത് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണ്. അതായത് ചില്ലിയിൽ നിന്ന്, അതായത് വെസ്റ്റ് സൈഡ് ഓഫ് സൗത്ത് അമേരിക്ക തൊട്ടിട്ട് റൈറ്റ് സൈഡിൽ ഓഫ് സൗത്ത് അമേരിക്കയിലോട്ട് പോകാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രോസ് ചെയ്യുന്നത്, സപ്പോസ് ചില്ലിയിൽ നിന്ന് നമുക്ക് ബ്രസീലിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനാമ കനാൽ ക്രോസ് ചെയ്ത് ഫുൾ സൗത്ത് അമേരിക്ക കോണ്ടിനെൻ്റ് കറങ്ങി ബ്രസീലിലോട്ട് എത്തണം. ഇതാവുന്ന സമയത്ത് ഈ മെഗലൻ സ്ട്രെയ്റ്റ് ക്രോസ് ചെയ്യുക, അവിടുന്ന് ഒരു ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 days കഴിയുമ്പോഴേക്കും നമ്മൾ ബ്രസീൽ കോസ്റ്റിലെത്തും. അപ്പോൾ നമ്മൾ സാൻ അന്റോണിയോ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടുണ്ട് ചില്ലിയിൽ. അതാണ് ലാസ്റ്റ് പോർട്ട്. അവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഈ മെഗലനിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി അവിടെ 2 പൈലറ്റ്സ് വരും. പൈലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ
ഈ അവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വെതർ കണ്ടീഷൻസും എല്ലാം അറിയുന്ന ആൾക്കാരാണ് ഈ പൈലറ്റ്സ്. അപ്പോൾ ഈ മെഗലൻ സ്ട്രെയ്റ്റ്സിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 2 പൈലറ്റ്സ് വരും. അവർ ഈ മെഗലൻ സ്ട്രെയ്റ്റ്സ് പാസേജ് എന്നുള്ളത് 3 ദിവസമാണ്. ഓക്കെ, ഈ 3 ദിവസത്തിൽ ഈ ഷിപ്പിൻ്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. അവിടെയൊക്കെയാണ് നമുക്ക് ക്യാപ്റ്റന് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും അവരുടെ കയ്യിലായിരിക്കും കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിഗേഷൻ്റെ ഫുൾ ഇൻചാർജ് അവർ തന്നെയായിരിക്കും. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആദ്യം ഉള്ളിലോട്ട് പോകുന്നു, പിന്നെ നമ്മൾ മലകൾക്ക് ഇടയിലോട്ട് പോകുന്നു. മലയുടെ ഇടയിലോട്ട് പോകുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഈ ഇത്രയും റഫായിട്ടുള്ള സീന്ന് നമ്മൾ പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് കുറച്ച് ഈ പിക്ചേഴ്സ് എടുക്കുന്ന കുറച്ച് ഷോക്കുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറയിലുള്ള മിക്കവാറും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് മുഴുവൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുള്ളാണ്. 2 മലകളുടെ ഇടയിൽ കൂടെ പോകുന്നു, വെള്ളച്ചാട്ടം, ഐസുകൾ, അതായത് വി ക്യാൻ സീ ദ ഗ്ലേസിയേഴ്സ്, അതെല്ലാം കാണുന്നു. അതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണുള്ളത് അതിൻ്റെ ഉള്ളിൽ. അത് ശരിക്കും ആൾക്കാർ അനുഭവിക്കുക തന്നെ വേണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മർച്ചൻ്റ് നേവിയിൽ നിന്നുള്ള പ്രൊഫഷനും അതേപോലെ തന്നെ ട്രാവലിങ്ങിലും നമുക്ക് എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഇതൊക്കെയാണ് നമുക്ക് അതിൽ അനുഭവിക്കാൻ പറ്റുന്ന ഓരോരോ സൗഭാഗ്യങ്ങൾ. സീഫെയറേഴ്സിൽ തന്നെ 1% ഓഫ് ദ സീഫെയറേഴ്സ് ഹാവ് ഓൾറെഡി ട്രാൻസിറ്റഡ് ദിസ് മെഗലൻ സ്ട്രെയ്റ്റ്സ്. അങ്ങനെയാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. കാരണം എൻ്റെ ഓൾമോസ്റ്റ് 16 വർഷങ്ങൾക്ക് ശേഷമാണ്, കരിയറിൽ തന്നെ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ മെഗലൻ സ്ട്രെയ്റ്റ്സ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചീഫ് എഞ്ചിനീയർ, പുള്ളി ഏകദേശം 25-26 കൊല്ലമായിട്ട് കപ്പലിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. പുള്ളിയും ആ സമയത്ത് ആദ്യത്തെ ടൈമാണ് ഈ മെഗലൻ സ്ട്രെയ്റ്റ്സ് ക്രോസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. അത് അവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അതായത് നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക വരുന്ന സമയത്ത്, നമ്മൾ ചില്ലിയിലെ ഈസ്റ്റ് കോസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ വൺ ഐലൻഡ്. ആ ഐലൻഡിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഗ്വിൻസ് സമ്മർ സീസൺ ആവുന്ന സമയത്ത് ദേ വിൽ കം ആൻഡ് ഡൂ ദിസ് തിങ്, എന്താ പറയുക, അവരെ മുട്ടയിടാൻ വേണ്ടി വരുന്ന ആ ഐലൻഡിൽ ബേസിക്കലി ഫുൾ ഓഫ് പെൻഗ്വിൻസാണ്. നമുക്ക് അതിൻ്റെ അത്ര അധികം അടുത്തോട്ട് പോകാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ സീ അവിടെ കുറേ പെൻഗ്വിൻസ് നിൽക്കുന്നത് കാണാം നമുക്ക് ആ സമയത്ത്. അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ മെമ്മറീസാണ് നമ്മുടെ ലൈഫിൽ ഈ പെൻഗ്വിൻസിനെയൊക്കെ കാണുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ ചില്ലിയിലെ ഏതെങ്കിലും പോർട്ടിലോട്ട് പോകുന്ന സമയത്തും ചെറിയ പെൻഗ്വിൻ്റെ കുട്ടികൾ നമ്മുടെ ഷിപ്പിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ് ലൈഫിൽ. അതേപോലെ അവിടെ ഒരു ഡോൾഫിനുണ്ട്. ആ ഡോൾഫിൻ്റെ പേര് തന്നെ പെൻഗ്വിൻ ഡോൾഫിൻസ് എന്നാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിൻ്റെ അടിയിൽ വൈറ്റ് കളറും അതിൻ്റെ പുറം ഭാഗം ബ്ലാക്ക് കളറുമാണ്. അതുകൊണ്ടാണ്, അതായത് ഒരു പെൻഗ്വിനെ പോലെ ഇരിക്കും ബേസിക്കലി. ആ ഡോൾഫിൻസിൻ്റെ പേര് തന്നെ പെൻഗ്വിൻ ഡോൾഫിൻസ് എന്നാണ്. അതൊക്കെ അവിടെ ഞാൻ ആ ഭാഗത്ത് ഈ ഷിപ്പിൽ ഏകദേശം ഒരു 5-6 മാസത്തോളം ആ റൂട്ട് തന്നെയായിരുന്നു, അതായത് സൗത്ത് അമേരിക്കയുടെ റൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള പൈലറ്റ്സിൻ്റെ നിന്നും പിന്നെ അവിടുത്തെ ആൾക്കാരിൽ നിന്നും ഒരുപാട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് പോകുന്നത് ഈ പുതിയ ഷിപ്സ് ടേക്ക് ഓവർ ചെയ്യാനാണ്. അതായത് ജപ്പാനിൽ ആദ്യത്തെ ടേക്ക് ഓവർ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 2 ഷിപ്സും ചൈനയിൽ നിന്നാണ് ടേക്ക് ഓവർ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് ഇപ്പോൾ ചൈനക്കാർ പതുക്കെ അവരുടെ എന്താ പറയുക, ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ജാപ്പനീസിൻ്റെ നിന്നും കൊറിയൻസിൻ്റെ നിന്നും അവർ പലതും പഠിച്ചെടുത്തിട്ട് അവർ ഷിപ്പ് ബിൽഡിംഗ്, അതായത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. അതായത് ഷിപ്പ് സപ്പോസ് ഒരു $100 million ഒരു സാധനം ജപ്പാനിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതേ സാധനം $50 million അവർ ഇവിടെ ചൈനയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബട്ട് ക്വാളിറ്റി വൈസ് എന്താ പറയുന്നത്, അത് അത്ര നല്ലതല്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ജപ്പാൻ തന്നെയാണ്, ചൈന തന്നെയാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ലൈക്ക് ജപ്പാനിൽ ഞാൻ പറയുന്ന പോലെ അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര സത്യസന്ധതയാണ്. പിന്നെ ദേ ആർ വെരി മച്ച് ഡെഡിക്കേറ്റഡ്. പക്ഷേ അവരിപ്പോഴും ഓൾഡ് സ്കൂൾ ടെക്നിക്സാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത്. കാരണം അവർ പറയുന്നത് ഇപ്പോഴും ഇറ്റ് ഈസ് ഫെയിൽ പ്രൂഫ് ആണ് അവിടെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ടൊയോട്ട ഇന്നോവ കാറ് പോലെ തന്നെയാണ് അവിടെ ഷിപ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം 25 വർഷം കഴിഞ്ഞാലും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷിപ്സാണ്. പക്ഷേ ചൈനയിൽ അങ്ങനെയല്ല, ടെക്നോളജി ഒരുപാടുണ്ട്. പക്ഷേ എത്ര വർഷം ഓടും, എത്ര മാസം ഓടും എന്നൊന്നും അറിയില്ല. കാരണം അതും ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയാം. കാരണം ഞാൻ ഷിപ്പ് എടുത്ത് പുറത്ത് വന്ന ഉടനെ എൻ്റെ സാധനങ്ങളൊക്കെ പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതായത് എൻ്റെ മെയിൻ എഞ്ചിൻ ഫെയിലിയർ ആയിട്ടുണ്ട്. എഗ്ഡിസ് എന്ന് പറയാം, അതായത് മാപ്പ്, ഷിപ്പിൻ്റെ ഒരു മാപ്പുണ്ട്, അതും
അതായത് വിത്തിൻ 12 hours നമ്മൾ യാർഡിൽ നിന്ന് പുറത്തെടുത്ത് കൊണ്ടുവന്നു, പുറം കടലിൽ എത്തുമ്പോഴേക്കും ആ മാപ്പ് പോയി കഴിഞ്ഞു. ഇതെല്ലാം ഭയങ്കര എന്താ പറയുക, ആസ് എ ക്യാപ്റ്റൻ നമുക്ക് അതൊക്കെ ഒരു പേടി പിടിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. കാരണം ചൈന വാട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അതായത് ഷിപ്പുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനത്തെ വല്ലതൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഈ എൻ്റെ 19 വർഷത്തെ കരിയറിൽ ഒരുപാട് അനുഭവങ്ങളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. കാരണം ഞാനിത് ഫുള്ള് പറയാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പിസോഡ്സ് പറഞ്ഞ പോലെ ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും യാത്രാനുഭവങ്ങൾ ഒരുപാടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു എപ്പിസോഡിൽ വരാം. നമസ്കാരം.